आवाज़ उर्दू फाउंडेशन के ऑनलाइन लर्निंग प्रोग्राम में आप सबका खैर मुकद्दम है। वेलकम टू आवाज़ उर्दू ऑनलाइन लर्निंग प्रोग्राम। आज हम एनिमेशन स्टोरी बनाने वाले एक खूबसूरत एप्लीकेशन के बारे में गुफ्तगू करेंगे। टुडे वी विल डिस्कस अबाउट ट्विनक्राफ्ट एनिमेशन स्टोरी मेकर। बेटा बेटा राकेश, क्या कर रहे हो? देखिए अम्मी, बच्चे सब खेल रहे हैं, मैं भी उनके साथ खेलूं? क्या ट्यूशन के लिए नहीं जाओगे? वो बच्चे तो पढ़ाई पर तवज्जो नहीं देते। जल्दी आओ, पढ़ने बैठो, नहीं तो अब्बाजान नाराज हो जाएंगे। ആവാസ് ഉറുദു ഫൗണ്ടേഷൻ്റെ ഓൺലൈൻ പരിശീലന പരിപാടിയുടെ 8ാമത് ക്ലാസ്സിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു മൊബൈൽ ഫോണിൻ്റെ സഹായത്താൽ എങ്ങനെയാണ് ഒരു അനിമേഷൻ കാർട്ടൂൺ വീഡിയോ നിർമ്മിക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിനായി നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് നമ്മുടെ മൊബൈൽ ഫോണിൽ ഇൻ്റർനെറ്റ് ഓൺ ആക്കിയതിന് ശേഷം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. തുടർന്ന് ട്വീൻ ക്രാഫ്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണുന്നുണ്ട്. ടൈപ്പ് ചെയ്യുമ്പോഴേക്കും തന്നെ ഇവിടെ വരുന്നതായിരിക്കും. ഒന്നാമത്തെ തന്നെ അതാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇത് എൻ്റെ ഫോണിൽ അൺഇൻസ്റ്റാൾ അല്ലെങ്കിൽ അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷനാണ് കാണിക്കുന്നത്. നേരത്തെ ചെയ്തു വെച്ചതായതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ എന്നായിരിക്കും കാണിക്കുക. ഞാനിവിടെ അപ്ഡേറ്റ് കൊടുക്കുന്നതിന് 73 MB ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായി നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഫ്രീ സ്പേസ് ഉണ്ടായിരിക്കേണ്ടതാണ്. ഇവിടെ ട്വിൻക്രാഫ്റ്റ് കാർട്ടൂൺ വീഡിയോ മേക്കർ അനിമേഷൻ ആപ്പ് ഇൻസ്റ്റാൾ ആയിരിക്കുന്നു. ഞാനിവിടെ ഓപ്പൺ എന്ന ബട്ടൺ അമർത്തുന്നു. നേരെ ട്വിൻക്രാഫ്റ്റിൻ്റെ ആപ്ലിക്കേഷനിലേക്ക് പോകുന്നു. നിങ്ങളുടെ ഫോണിൽ ആദ്യമായിട്ട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ചില പെർമിഷനുകൾ ചോദിക്കും, അത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടോ അല്ലെങ്കിൽ ജിമെയിൽ അക്കൗണ്ടോ ഉപയോഗിച്ച് മാത്രമേ ഇതിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് സോഷ്യൽ മീഡിയ രൂപത്തിൽപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ്. ഇതിലൂടെ നമുക്ക് നമ്മൾ നിർമ്മിക്കുന്ന അനിമേഷനുകൾ ഷെയർ ചെയ്യാനും മറ്റും കഴിയുന്നതാണ്. ഇവിടെ നേരെ തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു വിൻഡോ ആയിരിക്കും ഓപ്പണായി വരിക. ഇത് നിലവിൽ ഓരോരുത്തരായിട്ട് നിർമ്മിച്ചിട്ടുള്ള അനിമേഷനുകളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഹോം എന്ന ബട്ടനാണ്, അതിലാണ് ഈ അനിമേഷൻ വീഡിയോകൾ ദൃശ്യമാകുന്നത്. രണ്ടാമതായിട്ട് കാണുന്ന ചാലഞ്ചസ് എന്നൊരു ബട്ടനുണ്ട്. മൂന്നാമതായി ഒരു പ്ലസ് ചിഹ്നം നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. അത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പുതിയ അനിമേഷനുകൾ നിർമ്മിക്കുന്നത്. നാലാമതായിട്ട് നോട്ടിഫിക്കേഷനുള്ള ബെല്ലൈക്കണം. അഞ്ചാമത് പ്രൊഫൈൽ എന്നും കാണാം. നമുക്ക് പ്രൊഫൈൽ ഒന്ന് അമർത്താൻ വേണമെങ്കിൽ ഇവിടെ നമ്മുടെ പേര് ജിമെയിലിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ നമ്മൾ കൊടുത്ത പേരായിരിക്കും അവിടെ വരിക. ഒരു വിളിപ്പേര് ചോദിക്കും, അതവിടെ കൊടുക്കുക. അതിൽ ദൃശ്യമാവും. നമ്മുടെ വീഡിയോ ഉണ്ടാക്കുന്ന വീഡിയോയിൽ ആ പേര് ദൃശ്യമാവും. അപ്പോൾ ഈ രൂപത്തിലായിരിക്കും ഉണ്ടാവുക. നമുക്ക് ആ പ്ലസ് ചിഹ്നത്തിൽ തന്നെ അമർത്തി പുതിയ വിൻഡോയിലേക്ക് പോവാം. ഇപ്പോൾ ഞാൻ പ്ലസ് ചിഹ്നത്തിൽ അമർത്തിയിരിക്കുന്നു. ഇവിടെ ഇടതുവശത്ത് ഒരു നീല ആരോ മാർക്ക് കാണാം. വലതുവശത്ത് ചില ഐക്കണുകളും കാണാം. വലതുവശത്ത് ടിപ്പ്, ആ ടിപ്പ് എന്ന് പറയുന്ന അതിൽ നമുക്ക് ആവശ്യമായ ട്യൂട്ടോറിയൽ വീഡിയോകൾ ലഭ്യമാണ്. അതിൻ്റെ താഴെ എക്സ്പോർട്ട് എന്നുള്ളത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. വലതുവശത്തുള്ള ഐക്കണുകളാണ് പറയുന്നത്. അതിന് താഴെ സൗണ്ട്, നമ്മൾ ഇതിൽ സൗണ്ട് ആഡ് ചെയ്യും. ഇതിൽ ഡിഫോൾട്ടായിട്ട് കുറേ ശബ്ദങ്ങൾ അടിക്കുന്നതും അതുപോലെയുള്ള ശബ്ദങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ആ സൗണ്ട് ബട്ടൺ. പ്ലേ ബട്ടൺ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അനിമേഷനുകൾ പ്ലേ ചെയ്ത് നോക്കാൻ. ഇവിടെ നമ്മൾ തിരിച്ച് ഹോം പേജിലേക്ക് പോകാൻ ബാക്ക് ബട്ടന് മുകളിൽ ഇടതുവശത്ത് മുകളിൽ കാണാം. ഈ നീല ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു 6 ഐക്കണുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മളിവിടെ ഓരോന്നും പറയാം. ക്യാരക്ടേഴ്സ്, ബാക്ക്ഗ്രൗണ്ട്, ആഡ് മ്യൂസിക്, ആഡ് ടെക്സ്റ്റ്, ഇമ്പോർട്ട് ഇമേജ്, ജിഫ്, ഇത്രയും ഐക്കണുകൾ ഇതിൽ കാണാം. ഒന്നാമത്തത് ക്യാരക്ടറുണ്ട്. ഞാനിവിടെ ആദ്യമായിട്ട് ബാക്ക്ഗ്രൗണ്ട് രണ്ടാമത്തെ ഐക്കണിൽ പ്രസ് ചെയ്യുന്നു. ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻസ്റ്റാൾ ചെയ്യും. നമുക്ക് വേണമെങ്കിൽ സിംഗിൾ കളറായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഇൻസ്റ്റാൾ ചെയ്യാം, അല്ലെങ്കിൽ മറ്റു ചിത്രങ്ങൾ രൂപത്തിലുള്ള ഇതും ഇൻസ്റ്റാൾ ചെയ്യും. ഞാനിവിടെ രണ്ടാമത്തെ ബീച്ച് എന്നത് ചെയ്യുന്നു. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട്, മനോഹരമായ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതിലേക്ക് ഇൻസ്റ്റാൾ ആയിരിക്കും. ഞാൻ ആ ആരോ മാർക്കിൽ ഒന്നും കൂടി ക്ലിക്ക് ചെയ്യുന്നു. ഇനി ആദ്യത്തെ ക്യാരക്ടേഴ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഒരു ക്യാരക്ടർ ഏതാണോ വേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ ഞാൻ നിക്കി എന്ന് പറയുന്ന ഈ പെൺകുട്ടിയുടെ ചിത്രം സെലക്ട് ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് ഈ കാണുന്ന ആരോ മാർക്കിൽ പിടിച്ചുകൊണ്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെങ്കിൽ മൂവ് ചെയ്യാവുന്നതാണ്. ഇനി ശ്രദ്ധിക്കുക, ഈ
ക്യാരക്ടർ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നേരെ ഒരു മൈക്കിൻ്റെ ചിഹ്നം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ആ മൈക്ക് ചിഹ്നം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ക്യാരക്ടറിന് ശബ്ദം കൊടുക്കാവുന്നതാണ്. അതിൽ ടെക്സ്റ്റ്, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. സാധാരണഗതിയിൽ ആവാസ് ഉറുദു ഫൗണ്ടേഷൻ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ആവാസ് ഉറുദു ഫൗണ്ടേഷൻ എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. റണ്ണ് കൊടുത്താൽ ഈ രൂപത്തിൽ വരും. ഇതിൽ നമുക്ക് അതിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ മൂവ് ചെയ്യാൻ പറ്റും. ഇടതുവശത്ത് ഡിലീറ്റ് ബട്ടൺ ഉണ്ട്, റൊട്ടേറ്റ് ബട്ടൺ, റീസൈസ് ബട്ടണൊക്കെ ഉണ്ട്. ഈ ആരോ മാർക്കിൽ പിടിച്ചു കഴിഞ്ഞാൽ റീസൈസ് ചെയ്യാൻ പറ്റും. ഇതിൽ പിടിച്ചു കഴിഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള ഓപ്ഷനുകളൊക്കെ ഇതിൽ ഉണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് പരിചയപ്പെടുന്നത് ആഡ് ടെക്സ്റ്റ്. നമ്മൾ പറഞ്ഞു ഇമ്പോർട്ട് ഇമേജ്. നമുക്ക് ഇതിലേക്ക് വേറെ പുറത്തുനിന്ന് ഇമേജ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുവരാവുന്നതാണ്. ഇപ്പം ഞാനിവിടെ ഒരു ഗേറ്റിൻ്റെ ചിത്രം കൊണ്ടുവരുന്നു. അപ്പോൾ ഇവിടെ ഒരു ഗേറ്റ് ഇവിടെ വന്നു. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് 5ാമത്തെ ഓപ്ഷൻ. 6ാമതായി ജിഫ് എന്നൊരു ഓപ്ഷൻ കാണാം. ഈ ഓപ്ഷനിൽ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചലനങ്ങളുള്ള ചിത്രങ്ങൾക്കാണ് നമ്മൾ ജിഫ് എന്ന് പറയുന്ന ചിത്രങ്ങൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഇതിന്ന് ജിഫ് വേണമെങ്കിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ആ ജിഫ് ഇൻസേർട്ട് ആയിരിക്കുന്നു. ഈ രൂപത്തിൽ ഇത്രയും ഓപ്ഷനുകളാണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ എഡിറ്റ് വേണമെങ്കിൽ എഡിറ്റിൻ്റെ വലതുവശത്ത് കാണുന്ന പെന്നിൻ്റെ ചിത്രത്തിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ വീണ്ടും എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇത് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ വലതുവശത്ത് കാണാം. അതിപ്പോൾ നിലവിൽ ആക്റ്റീവ് ആയിട്ടില്ല. ആക്റ്റീവ് ആവാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ വർക്കും ഓരോ ക്യാരക്ടറിനെ ആഡ് ചെയ്യുമ്പോഴും ഓരോ മൂവ്മെൻറ്റ് കൊടുക്കുമ്പോഴും ഓരോ ശബ്ദം കൊടുക്കുമ്പോഴും അതിനെല്ലാം ശേഷം ഈ പ്ലസ് ബട്ടൺ അമർത്തേണ്ടതാണ്. ഇത് അമർത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്ത വർക്കുകളൊന്നും സേവ് ആവുകയില്ല. അപ്പോൾ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും ഇത് അമർത്താൻ മറന്നു പോകരുത്. ഇത് അമർത്തിയാൽ മാത്രമേ നമ്മുടെ ആക്ടിവിറ്റികൾ അതിൽ സേവ് ചെയ്യപ്പെടുന്നുള്ളൂ. അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്കിത് പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് സ്റ്റോപ്പ് ചെയ്യാം. അത് സൗണ്ട് ഉണ്ട്. ഈ എക്സ്പോർട്ടിനെ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് പേര് ചോദിക്കും. അങ്ങനെ ആക്സെപ്റ്റ് കൊടുക്കുക, പേര് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ടാഗ് കൊടുക്കാം. അതിനുശേഷം നെക്സ്റ്റ് അടിച്ച ടാഗ് ഇതിൽ വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ അത് എക്സ്പോർട്ട് ആവുന്നതായിരിക്കും. ഇവിടെ 2 ഓപ്ഷൻ കാണാം. സേവ് ടു ആൽബം എന്ന് അടിയിൽ കാണാം, ഷെയർ വിത്ത് ഫ്രണ്ട്സ് എന്ന് കാണാം. ഞാൻ സേവ് ടു ആൽബം എന്ന് കൊടുത്തിട്ട് പോസ്റ്റ് ആക്കി കഴിഞ്ഞാൽ ഇത് എൻ്റെ ഗാലറിയിലേക്ക് സേവ് ആയിട്ടുണ്ടായിരിക്കും. ഈ രൂപത്തിൽ നമ്മുടെ പേരിൽ ആ ഫയൽ സേവ് ആകുന്നതായിരിക്കും. സേവ് ആവാനായിട്ട് നിങ്ങളുടെ വീഡിയോയുടെ ലെങ്ത്തിനനുസരിച്ച് സമയമെടുക്കുന്നതാണ്. അതുവരെ കാത്തിരിക്കണം. ഇപ്പോൾ ഈ വീഡിയോ സേവ് ആയിരിക്കുന്നു. ചെറുതായതുകൊണ്ട് വേഗം സേവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ തിരിച്ചൊന്നും കൂടെ അതിലേക്ക് തന്നെ പോകുന്നു. ബാക്ക് അടിച്ച് പോവുകയാണ്. ആണ് നമ്മുടെ ഹോം പേജ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഡ്രാഫ്റ്റ്സ് എന്ന് പറഞ്ഞതിലാണ് കംപ്ലീറ്റ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യാത്തതായതുകൊണ്ടാണ് ഡ്രാഫ്റ്റിൽ വരുന്നത്. ഇത്രയും വീഡിയോ ഡ്രാഫ്റ്റിൽ കിടക്കുന്നുണ്ട്. നമുക്കത് ക്ലിക്ക് ചെയ്യാം. ഈ വലതുവശത്ത് കാണുന്ന പെന്നിൻ്റെ ചിഹ്നത്തിൽ എഡിറ്റിംഗ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഓരോന്നും സെലക്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്.